നമസ്കാരം. പ്രധാന വാർത്തകൾ. അനങ്ങനടി കോതകുറിശ്ശിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും മകളെ ആക്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോടതി. കോതകുറിശ്ശി ഗാന്ധിനഗർ സ്വദേശി കൃഷ്ണദാസിനാണ് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻ കോടതി ശിക്ഷ വിധിച്ചത്. കേസിനാസ്പദമായ സംഭവം നടന്നത് 2022. അഴിമതിയും വികസനമുരടിപ്പും ആരോപിച്ച് ചളവറ ഗ്രാമപഞ്ചായത്തിലേക്ക് BJP മാർച്ച്. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഭരണ കെടുകാര്യസ്ഥതയാരോപിച്ച് UDFന്റെ ധർണ്ണ. ഒറ്റപ്പാലം പാലപ്പുറം ഭാഗത്ത് റെയിൽവേയുടെ സംരക്ഷണ വേലി വരുമ്പോൾ പാളത്തിനടിയിലൂടെ ജനങ്ങൾക്ക് സഞ്ചാര സൗകര്യം ഉറപ്പാക്കണമെന്നാവശ്യം. നഗരസഭാ കൗൺസിലിൽ പ്രമേയം അവതരിപ്പിച്ച് BJP അംഗം. പ്രമേയം അംഗീകരിച്ചില്ലെങ്കിലും വിഷയം റെയിൽവേയുമായി ചർച്ച ചെയ്യാമെന്ന് ചെയർപേഴ്സൺ. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡിന്റെ തകർച്ച. UDF ആരോപണങ്ങൾ വസ്തുതകൾ അറിയാതെയെന്ന് മന്ത്രി MP രാജേഷ്. റോഡിന്റെ തകർച്ച മന്ത്രിയും ഉദ്യോഗസ്ഥരും പരിശോധിച്ചു. കനാൽ പാലം വേണമെന്ന ആവശ്യം വർഷങ്ങളായിട്ടും നടപ്പായില്ല. ചളവറ മുണ്ടക്കോട്ടുകുറിശ്ശി പട്ടത്തിക്കുന്നത്തെ കുടുംബങ്ങൾക്കാശ്രയം കനാലിന് കുറുകെയിട്ട മരത്തടി. രോഗികളെ കൊണ്ടുപോകുന്നത് പോലും ചുമന്ന്. ഇവിടെ പാലം നിർമ്മിക്കാൻ MLA ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ അനുവദിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ്. വിശദമായ വാർത്തകൾ നോക്കാം. അനങ്ങനടി കോതകുറിശ്ശിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും മകളെ ആക്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. കോതകുറിശ്ശി ഗാന്ധിനഗർ കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ കൃഷ്ണദാസിനെയാണ് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2022 സെപ്റ്റംബർ 28-നാണ് പ്രതി ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും മകളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത്. ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും മകളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് പ്രതി ഗാന്ധിനഗർ കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ 49-കാരനായ കൃഷ്ണദാസിന് കോടതി ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി R വിനായക റാവുവാണ് ശിക്ഷ വിധിച്ചത്. കൊലപാതകത്തിന് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപയും കൂടാതെ വിവിധ വകുപ്പുകളിലായി 23 വർഷം കഠിന തടവും 1 ലക്ഷം രൂപയുമാണ് ശിക്ഷയായി വിധിച്ചത്. ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. കഠിന തടവിനോടൊപ്പമുള്ള 1 ലക്ഷം രൂപ പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം അധിക തടവും അനുഭവിക്കണം. വിവിധ വകുപ്പുകളിലായുള്ള 1 ലക്ഷം രൂപ പിഴ അടച്ചില്ലെങ്കിൽ 7 വർഷം അധിക തടവും അനുഭവിക്കണം. പിഴത്തുക കുട്ടിക്ക് നൽകുന്നതിനും ഉത്തരവായി. 2022 സെപ്റ്റംബർ 28-ന് പുലർച്ചെ 1:30-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. സംശയമുള്ള വിരോധത്തിൽ വീട്ടിൽ വെച്ച് ഭാര്യ രജനിയെ കൃഷ്ണദാസ് മടവാൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. മറ്റൊരു മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന 3 മക്കളിൽ ഒരാളായ 13-കാരിയെയും കൃഷ്ണദാസ് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. അന്നത്തെ CI ആയിരുന്ന M സുജിത്ത് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചു. SCPO രാമദാസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ സഹായിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P മുരളീധരൻ ഹാജരായി. ASI സെറീന പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. 40 സാക്ഷികളെ വിസ്തരിക്കുകയും 43 രേഖകൾ ഹാജരാക്കുകയും ചെയ്തു. ഒറ്റപ്പാലം പാലപ്പുറം ഭാഗത്ത് റെയിൽവേയുടെ സംരക്ഷണ വേലി വരുമ്പോൾ പാളത്തിനടിയിലൂടെ സഞ്ചാര സൗകര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രമേയം. 4 വാർഡുകളിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ ഉടൻ റെയിൽവേയുമായി ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ട് BJP കൗൺസിലർ സജീവ് കുമാറാണ് പ്രമേയം അവതരിപ്പിച്ചത്. റെയിൽവേയുമായി ചർച്ച നടത്താമെന്ന് സമ്മതിച്ച ഭരണസമിതി എന്നാൽ പ്രമേയം അംഗീകരിച്ചില്ല. റെയിൽവേ പാളത്തിന് സമീപത്തുള്ള പാലപ്പുറത്തെ കയറമ്പാറ, NSS കോളേജ്, എറക്കോട്രി, മീറ്റ്ന എന്നീ വാർഡുകളിൽ ഉൾപ്പെട്ട സ്ഥലത്താണ് സംരക്ഷണ വേലി വരുന്നത് സഞ്ചാരത്തിന് തടസ്സമാകുമെന്ന ആശങ്കയുള്ളത്. റെയിൽവേ പാളത്തിൻ്റെ തെക്കുഭാഗത്തായി 150 ഏക്കറോളം കൃഷിഭൂമിയുണ്ട്. 4ഓളം വീടുകളുമുണ്ട്. നിലവിൽ പാളം കടന്ന് മാത്രമേ ഇവിടേക്ക് പോകാനാവൂ. പണിപ്പെട്ടാണ് കൃഷി സാധനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ അപ്പുറത്ത് എത്തിക്കുന്നത്. ഇതിനൊപ്പം സംരക്ഷണ വേലി കൂടി വന്നാൽ ഇത്രയും കുടുംബങ്ങൾ പ്രതിസന്ധിയിലാകും. പാളത്തിന് തെക്ക് ഭാഗത്തുകൂടി അടിപ്പാത പോലുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കാൻ നഗരസഭ ഇടപെടണമെന്നാണ് പ്രമേയത്തിലെ ആവശ്യം. ഇത് അറിയിച്ചുകൊണ്ട് റെയിൽവേക്ക് കത്ത് നൽകണമെന്നാണ് കൗൺസിലർമാർ ആവശ്യപ്പെട്ടത്. എന്നാൽ അതുകൊണ്ട് പരിഹാരമുണ്ടാകില്ലെന്ന് ഭരണസമിതി അറിയിച്ചു. വാണിയംകുളം പഞ്ചായത്തിലെ 2ഇടങ്ങളിൽ സമാനമായ ആശങ്ക ഉണ്ടായിരുന്നുവെന്നും റെയിൽവേയുമായി ചർച്ച നടത്തിയാണ് ആശങ്ക പരിഹരിച്ചതെന്നും BJP കൗൺസിലർമാർ പറഞ്ഞു. ഒറ്റപ്പാലം പട്ടണത്തിൽ നിർമ്മിക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റിൻ്റെ പൈപ്പ് റെയിൽവേ ഭൂമിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇതിനുള്ള അനുമതിക്കായി റെയിൽവേയുമായി ഉടൻ ചർച്ച നടത്തുന്നുണ്ട്. ചർച്ചയിൽ ഈ വിഷയവും ഉന്നയിക്കാമെന്ന് ചെയർപേഴ്സൺ K ജാനകി ദേവി പറഞ്ഞു. ഇതിനായി സർവകക്ഷി യോഗം വിളിച്ച പരിഹാര നടപടികളും തേടാമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു. ആവശ്യം അംഗീകരിച്ചെങ്കിലും പ്രമേയം അംഗീകരിച്ചില്ല. അടുത്ത യോഗത്തിലും വിഷയം ഉന്നയിക്കുമെന്നും കൗൺസിലിൽ അംഗീകരിച്ച് തീരുമാനപ്രകാരം ചർച്ച നടത്തണമെന്നും BJP കൗൺസിലർമാർ അറിയിച്ചു. ചളവറ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും വികസനമുരടിപ്പും ആരോപിച്ച് BJP പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ ഉപരോധം ഉദ്ഘാടനം ചെയ്തു. വാഗ്ദാനങ്ങൾ പലതും
ചളവറ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും ദുർഭരണവും വികസന മുരടിപ്പും ആരോപിച്ചും റോഡുകളുടെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടിയുമാണ് BJP ചളവറ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ തകർന്ന റോഡുകൾ ഉണ്ടെങ്കിൽ ഈ പഞ്ചായത്തിൽ ഇല്ല എന്നാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന നേതാക്കന്മാർ പറയുന്നെങ്കിൽ, പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറയുന്നെങ്കിൽ, ഞാൻ ഈ പഞ്ചായത്തുകാരനല്ലെങ്കിലും എന്നോടൊപ്പം വന്നാൽ ഞാൻ അത്തരം റോഡുകൾ കാണിച്ചു തരാം. അതിലെത്ര നല്ല റോഡുണ്ട്, എത്ര അല്ലാത്ത റോഡുണ്ടോ നോക്കാം. ഇനി അല്ല BJP-ക്കാരോടൊപ്പം നിങ്ങൾക്ക് വരാൻ മടിയാണെങ്കിൽ നിങ്ങൾക്ക് കോൺഗ്രസുകാരെ കൂട്ടിക്കോ, അല്ലെങ്കിൽ ലീഗുകാരെ കൂട്ടിക്കോ. അത് നിങ്ങളെ ഇന്ത്യ മുന്നണിയല്ലേ. എന്നിട്ട് നിങ്ങൾ പഞ്ചായത്ത് നോക്കി സഖാവ്, റോഡുകൾ നല്ല റോഡാണോ, യാത്രാ യോഗ്യമാണോ? തുടർച്ചയായിട്ട് നിങ്ങളിവിടെ ഭരിക്കുമ്പോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ശക്തി കേന്ദ്രത്തിലെ എന്ന് നിങ്ങൾ പറയുമ്പോ, ഇവിടുത്തെ റോഡുകൾ പോലും നന്നാക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതി എന്ന് പറഞ്ഞാൽ ആ ഭരണസമിതി എന്താ പറയുക? സമരസമിതി കൺവീനർ KV ജയൻ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ ഉപാധ്യക്ഷൻ VB മുരളീധരൻ, ജില്ലാ സെക്രട്ടറി സുമാ ബാബു, BJP ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത്, BJP ചളവറ പഞ്ചായത്ത് പ്രസിഡന്റ് V. വേലുദാസ്, KP സേതുമാധവൻ, K. സുരേഷ് കുമാർ, T. ശ്രീനിവാസൻ, C. നന്ദകുമാർ, K. സന്തോഷ് കുമാർ, P. വിപിൻ ദാസ്, T. വിഷ്ണു, വിജേഷ്, VP രജീഷ്, VP രജിമോൻ, T. മോഹൻദാസ്, P. മനോജ്, KM രാജു, C. രഞ്ജിത്ത്, C. പത്മനാഭൻ, K. ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഭരണ കെടുകാര്യസ്ഥത ആരോപിച്ച് UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. KPCC വക്താവ് സന്ദീപ് വാര്യർ ധർണ ഉദ്ഘാടനം ചെയ്തു. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഭരണകെടുകാര്യസ്ഥതയും പഞ്ചായത്തിൻ്റേത് ജനദ്രോഹ നയങ്ങളാണെന്നും ആരോപിച്ചാണ് UDF പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. KPCC വക്താവ് സന്ദീപ് വാര്യർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്തെ പണ്ടത്തെ പഴയ BJP-യിലെ എന്റെ സഹപ്രവർത്തകർ എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുവരാൻ ഭാഗ്യമുണ്ടായില്ല, UDF എങ്കിലും ചെയ്തല്ലോ, ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു മെസ്സേജ്. ഞാനിവിടെ വന്നപ്പോൾ എന്റെ ഓർമ്മകളിലൂടെ കടന്നുപോയത് ഈ പ്രദേശത്തിന് വേണ്ടി ഒരുപക്ഷെ എന്റെ പൊതുപ്രവർത്തന രംഗത്ത് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു നല്ല കാര്യത്തെക്കുറിച്ചാണ് എന്റെ ഓർമ്മയിലൂടെ എങ്ങനെ വന്നുപോയത്. പ്രിയപ്പെട്ടവരെ, കൊപ്പം പഞ്ചായത്തില് ഇടതുപക്ഷ ഭരണസമിതി തുടരുന്ന ജനവിരുദ്ധ നയങ്ങളുടെ ഒരു വലിപ്പം ഇവിടെ സൂചിപ്പിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ നാട്ടിൽ ഇത്രയും റിസോഴ്സസ് ഉണ്ടായിട്ടും, ഇത്രയും പഞ്ചായത്തിന് വരുമാനമുണ്ടായിട്ടും സാധാരണക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രവൃത്തിയും ചെയ്യാതെ പഞ്ചായത്ത് ഭരണസമിതി ഉദാസീനമായി മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ വലിയ അത്ഭുതവും പ്രതിഷേധവുമാണ് മനസ്സിൽ ഉയർന്നു വരുന്നത്. UDF പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ T. റിയാസുദ്ദീൻ അധ്യക്ഷനായി. കൺവീനർ രവി സരോവരം, E. മുസ്തഫ മാസ്റ്റർ, കമ്മുക്കുട്ടി എടത്തോൾ, AP രാമദാസ്, AK മുസ്തഫ, CP മുസ്തഫ, MC അസീസ്, TK ഷുക്കൂർ, MT വഹാബ്, ജയശങ്കർ കൊട്ടാരത്തിൽ, MN ചന്ദ്രൻ, ഷെഫീന ഷുക്കൂർ, T. കുഞ്ഞാപ്പ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. കനാൽ പാലത്തിനായുള്ള ചളവറ മുണ്ടക്കോട്ട് കുറിശി പട്ടത്തിക്കുന്നത്തെ കുടുംബങ്ങളുടെ കാത്തിരിപ്പ് നീളുന്നു. ഇവർക്ക് കനാൽ മുറിച്ചു കടക്കാനുള്ള ഏക മാർഗം കുറുകെയിട്ട മരത്തടിയാണ്. കിടപ്പ് രോഗികളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ പോലും ഈ മരത്തടിയിലൂടെ ചുമന്നു വേണം കൊണ്ടുപോകാൻ. ചളവറ പഞ്ചായത്തിലെ 14-ാം വാർഡ് മുണ്ടക്കോട്ട് കുറിശി പാറേക്കോട് മദ്രസയുടെ പിൻഭാഗത്ത് താമസിക്കുന്ന പട്ടത്തിക്കുന്നത്തെ 10ഓളം കുടുംബങ്ങൾ കനാൽ പാലം സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് കാലം ഏറെയായി. കനാൽ മുറിച്ചു കടന്നു വേണം ഇവർക്ക് റോഡിലെത്താൻ. കനാൽ മുറിച്ചു കടക്കാനുള്ള ഏക മാർഗം കുറുകെയിട്ട മരത്തടി മാത്രമാണ്. ഇതിലൂടെയാണ് പ്രായമുള്ളവരും കുട്ടികളും ഉൾപ്പെടെ ദിനേന കനാൽ മുറിച്ചു കിടക്കുന്നത്. അത്യാവശ്യഘട്ടത്തിൽ ഒരാളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിലോ മറ്റോ അപകടം പതിയിരിക്കുന്ന ഈ മരത്തടിയിലൂടെ ചുമന്നു വേണം കൊണ്ടുപോകാൻ. വലിയ ദുരിതമാണ് പാലമില്ലാത്തതിനാൽ വർഷങ്ങളായി അനുഭവിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. നല്ല ദുരിതമാണ്. ഇപ്പൊ കണ്ടില്ലേ, അമ്മേനെ എടുത്തിട്ട് വേണം ഞങ്ങൾ ആശുപത്രിക്ക് കൊണ്ടുവരണമെന്നുണ്ടാകുക. നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എന്റെ ചേച്ചിയുടെ മോൻ മരിച്ചിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. ഞങ്ങളവിടെ മദ്രസ അവിടെ നിർത്തിയിട്ടാണ് ഞങ്ങൾ പോയിട്ട് കണ്ടത്. ബോഡി ഇങ്ങോട്ട് കിടത്താൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇവിടെ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് ഏറ്റിട്ട് വേണം കൊണ്ട്. അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. കുറെ ഈ നരകം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ. പിന്നെ സ്കൂളിൽ പോകാൻ മഴക്കാലാണെങ്കിലോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, വേനൽക്കാലാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. റോഡാണെന്നുണ്ടെങ്കിൽ കനാലും മാതിരി മണ്ണതായിട്ട് റോഡേ മൊത്തം ഇതായിട്ട് കിടക്കണം. അതിന്റെ ഇടയിൽ കൂടെ ഈ പാലം കൂടി ഇല്ലാണ്ട് ഞങ്ങള്. മഴക്കാലമായാൽ മാതാപിതാക്കൾ ഭയന്നാണ് കുട്ടികളെ പുറത്തുവിടുന്നത്. കനാലിന് കുറുകെ ഈ ഭാഗത്ത് പാലം വേണമെന്നത് കാലങ്ങളായി പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആവശ്യമാണ്. പാലം നിർമ്മിക്കാൻ അനുമതി വേണമെന്ന ആവശ്യവുമായി കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുവെങ്കിലും പഞ്ചായത്തിൽ നിന്നും യാതൊരുവിധ നീക്കുപോക്കുകളും ഉണ്ടായിട്ടില്ല എന്നാണ് മറുപടി ലഭിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പാലപ്പം നിങ്ങൾ നേരിട്ട് കണ്ടതല്ലേ?
ഒരു 10 വർഷമായി ഞാൻ ഇപ്പോൾ ഈ സ്ഥലം മേടിച്ചിട്ട് ഈ നാട്ടിലേക്ക് വന്നിട്ട് 5 വർഷമായി വീട് വെച്ച് താമസമാക്കിയിട്ട് 2 വർഷം ഇതിന് മുന്നേ 5 വർഷം മുമ്പേ ഇത് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കട്ടായി. അന്ന് അവർ പറഞ്ഞു പാലത്തിന് കുണ്ടില്ല എന്ന് പറഞ്ഞു, കട്ടായി പറഞ്ഞു. ഇപ്പോൾ ഫണ്ട് പാസ്സായിട്ടുണ്ട്, ഈ പാലത്തിന് കുണ്ടില്ല. ഇപ്പോൾ അവർ പറഞ്ഞ ന്യായീകരണം ഒരു JCB പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകണമെന്നുള്ളത്. ചളവറ പഞ്ചായത്തിൽ ഒരു JCB പോയിട്ടില്ല, ഒരു വണ്ടി അടി കൂടെ പോകാൻ പറ്റുന്ന ഒരു പാലം ഉണ്ടായിട്ടില്ല. ഇത് വെറുതെ അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറ്റുകയാണ്. ഇപ്പോൾ സുഖമില്ലാത്ത എൻ്റെ അമ്മേനെ കയറ്റിയിട്ട് വേണം ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുവന്നത്. അപ്പോൾ 10 വർഷമായി ഞാൻ വന്നതിന് ശേഷം ശരിക്കും പറയാ 15 കൊല്ലമായിരുന്നു ഇത് പാസ്സായിട്ട്, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ ബുദ്ധിമുട്ടായി നിൽക്കണ്ടേ. ഈ 10 വർഷമായിട്ട് ഇവരോട് നമ്മൾ പറയേണ്ടല്ല, ഇവരത് ചെയ്യുന്നില്ല. നമുക്ക് നടക്കാൻ വയ്യാതെ അത് കൊല്ലാത്ത ആളാണ്. അത് ശരിയാക്കി തരും. അപേക്ഷ കൊടുത്ത് ഒരു പാസ്സായി പറയുന്നത്, പക്ഷേ ഇതുവരെയും പണിയില്ല. പാസ്സായതുകൊണ്ട് കാര്യമില്ല. ഇപ്പോൾ പണ്ടായില്ലേ നമുക്ക് സൗകര്യമുണ്ട്. അതേസമയം MLA ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ ഇവിടെ പാലം നിർമ്മിക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടർന്നുവരികയാണെന്നും ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E ചന്ദ്രബാബു പറഞ്ഞു. കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ വിഭാഗത്തിന്റെ അനുമതി കിട്ടുന്ന മുറയ്ക്ക് സാങ്കേതിക അനുമതി കൂടി ലഭ്യമാക്കി ഈ ഭരണസമിതി കാലയളവിൽ തന്നെ പാലം യാഥാർത്ഥ്യമാക്കുമെന്നും പൊതുമേഖലാ സ്ഥാപനമായ കെല്ലിനാണ് നിർമ്മാണ ചുമതലയെന്നും പ്രസിഡന്റ് അറിയിച്ചു. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡിന്റെ തകർച്ച പരിഹരിക്കാനാവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി MB രാജേഷ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ റോഡിന്റെ തകർച്ച പരിശോധിച്ചു. ഇക്കാര്യത്തിലുള്ള ആരോപണങ്ങൾ വസ്തുതകൾ അറിയാതെയാണെന്നും മന്ത്രി പറഞ്ഞു. മാസങ്ങൾക്ക് മുമ്പ് നവീകരിച്ച പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ പാതയുടെ പടിഞ്ഞാറേ കുടമുണ്ട ഭാഗത്താണ് വലിയ തകർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിന്റെ ഒരു വശം 100 മീറ്ററിലധികം വിണ്ടുകീറിയ നിലയിലാണ്. ഈ ഭാഗത്തിലൂടെ ഗതാഗതം നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. വലിയ അഴിമതിയാണ് ഈ പാതയുടെ നവീകരണത്തിൽ നടത്തിയിരിക്കുന്നതെന്ന ആരോപണം ഉയരുകയുമുണ്ടായി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ തകർച്ച നേരിൽ കണ്ട് മനസ്സിലാക്കാൻ മന്ത്രി MB രാജേഷ് എത്തിയത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. 10 അടിയോളം താഴ്ചയുള്ള റോഡിന് മുകളിലെ ഭാഗത്താണ് വിള്ളൽ അനുഭവപ്പെട്ടത്. മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്തിനടിയിലൂടെ വെള്ളം ഒഴുകി വരുന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന് ശാശ്വത പരിഹാരം കാണാൻ സുരക്ഷാ ഭിത്തി നിർമ്മിക്കണം. ഇതിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി പറഞ്ഞു. നേരത്തെ റോഡിന് ഫണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടും വലിയ വിവാദങ്ങൾക്ക് ചിലർ ശ്രമിച്ചിരുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തീരദേശ ഫണ്ട് കിട്ടിയത്, അത് ഇവിടെ കിട്ടിയത് മുതൽ പലർക്കും അതിൽ അസ്വസ്ഥത, ഇവിടെയല്ല ഇവിടെയും പുറത്തുമൊക്കെ ഉണ്ടായിരുന്നു. ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചൊക്കെ ആ പ്രചരണം, കടലില്ലാത്ത തൃത്താലയിൽ തീരദേശ ഫണ്ട് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ റോഡിൻ്റെ മുകളിൽ ചെറിയ തോതിലുള്ള വിള്ളലുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് മണ്ണിട്ടുയർത്തി നിർമ്മിച്ചതാണ്. ഇവിടെ നിന്ന് ഈ ഒരു 10 അടിയോളം മണ്ണ് ഇട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചത്. 30 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയതാണ് ഈ കെട്ട്. അപ്പോൾ അടിയിലൂടെ വെള്ളം ഒഴുകുന്ന ഉണ്ട് എന്നാണ് ഇപ്പോൾ എഞ്ചിനീയർമാർ, ഹാർബറിൻ്റെയും അതുപോലെ തന്നെ PWDയുടെയും എഞ്ചിനീയർമാർ ഒരുമിച്ച് വിടുന്നുണ്ട്. അവർ പറയുന്നത് താഴെ വെള്ളം ഒഴുകുന്നുണ്ട്, മുകളിലാണെങ്കിൽ ജലജീവൻ്റെ പൈപ്പ് ലൈനും അതിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള അവരുടെ നിഗമനം. ഇവിടെ നമുക്കെല്ലാവർക്കും കാണാം ഈ കെട്ട് ഇങ്ങനെ ബൾജ് ചെയ്ത് വന്നിട്ടുള്ളത്, തള്ളി വന്നിട്ടുള്ളത് കാണാൻ കഴിയും. അപ്പോൾ ഈ റോഡ് നന്നാക്കണമെങ്കിൽ, മുകളിലെ ജോലി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, റോഡ് ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ നന്നാക്കണമെങ്കിൽ ഇവിടെ തന്നെ ഒരു കെട്ട്, റീറ്റെയിനിങ് വാൾ ആവശ്യമായിട്ട് വരുമെന്നാണ് എഞ്ചിനീയർമാരുടെ നിർദ്ദേശം. 2 കൂട്ടരുടെയും, ഹാർബറിൻ്റെയും PWDയുടെയും എഞ്ചിനീയർമാർ ഇത് സംബന്ധിച്ച് വിശദമായി അവർ നേരത്തെ വന്ന് പരിശോധിച്ചിരുന്നു. അവരെന്നോട് പറഞ്ഞത് റീറ്റെയിനിങ് വാൾ കിട്ടിയാൽ മാത്രമേ ഇനി ഭാവിയിൽ ഇത് ആവർത്തിക്കാതിരിക്കൂ എന്നാണ്. അതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ PWDക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നേരത്തെ റോഡ് ഹാർബറിന് കൈമാറിയതാണ്, തിരിച്ച് ഹാർബർ PWDക്ക് കൈമാറാനുള്ള നിർദ്ദേശവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഈ തകരാർ പരിഹരിക്കാനുള്ള PK ചെല്ലുക്കുട്ടി, KC അലി ഇക്ബാൽ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കല്ലടിക്കോട് TBയിൽ AUP സ്കൂളിന് സമീപം മരം കടപുഴകി വീണു. മരം വീഴുന്നത് കണ്ട് വാഹനങ്ങൾ നിർത്തിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. തിങ്കളാഴ്ച രാവിലെ 10:30ഓടെയാണ് സംഭവം. മരം വീഴുന്നത് കണ്ട് വാഹനങ്ങൾ നിർത്തിയത് കാരണം വലിയ ദുരന്തം ഒഴിവായി. 1 മണിക്കൂറോളം പാതയിൽ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. സ്ഥലത്തെ വൈദ്യുതി വിതരണവും താറുമാറായി. നാട്ടുകാരും പോലീസും കോങ്ങാട് നിന്നുള്ള അഗ്നിശമന സേനയും ചേർന്ന് മരം വെട്ടിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇതുപോലുള്ള മരങ്ങൾ ഇനിയും GLP സ്കൂളിന് സമീപവും ദീപ ജംഗ്ഷനിലെ ടാക്സി സ്റ്റാൻഡിന് സമീപത്തും അപകട ഭീഷണി ഉയർത്തി നിൽപ്പുണ്ട്. ഇവ വെട്ടിമാറ്റണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടവേള.
വാർത്തകൾ തുടരുന്നു. വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടത്തിൽപ്പെടാതിരിക്കാൻ വലിയ ഫ്ലക്സ് ബോർഡ് വെച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ നാട്ടുകൽ പാറപ്പുറത്താണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു മാസം മുന്നേ മണലുംപുറത്ത് രൂപപ്പെട്ട കുഴികളും അടച്ചിട്ടില്ല. കൺമുന്നിൽ അപകടങ്ങൾ കാണാൻ വയ്യ. അധികൃതരോട് പറഞ്ഞാൽ ഒരു കൂസലുമില്ല. പിന്നെ ഈ ഒരു മാർഗമല്ലാതെ നാട്ടുകാർക്ക് വേറൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. മിക്ക വാഹനങ്ങളും വേഗതയിൽ വരുന്ന ഭാഗമായതിനാലാണ് ദൂരെ നിന്ന് തന്നെ ഡ്രൈവർമാർക്ക് കാണാൻ കഴിയുന്ന അത്രയും വലുപ്പത്തിൽ ബോർഡ് വെച്ചത്. നിയമവശം നോക്കിയാൽ സംഭവം തെറ്റാണെങ്കിലും ഈ ബോർഡുള്ളതുകൊണ്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ട ഒരാളുടെയും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. മാത്രമല്ല ഒരാൾക്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. സമാനമായ രീതിയിൽ മണലുംപുറത്ത് രൂപപ്പെട്ട കുഴിയിൽ ഓട്ടോറിക്ഷ ചാടി ഡ്രൈവർ താഴേക്കോട് സ്വദേശി മരണപ്പെട്ടിരുന്നു. ഒരാളുടെ ജീവൻ പൊലിഞ്ഞിട്ടും കണ്ണു തുറക്കാത്ത അധികൃതരെ കാത്തിരുന്നാൽ പാറപ്പുറവും അപകട മേഖലയാവുമെന്ന നാട്ടുകാരുടെ തിരിച്ചറിവാണ് ഈ ബോർഡ് എന്നുകൂടി പൊതുജനങ്ങൾ ഓർക്കണം. മഴ പെയ്തതോടെ രൂപപ്പെട്ടതാണ് ദേശീയപാതയിൽ നിലവിലുള്ള കുഴികളെല്ലാം. വാണിയംകുളം വല്ലപ്പുഴ റോഡിലെ പനയൂർ പാടത്തിന് സമീപത്ത് തകർന്ന കൽവർട്ടിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു. ഗതാഗത നിയന്ത്രണം ബുധനാഴ്ച വരെ തുടരും. വാണിയംകുളം വല്ലപ്പുഴ റോഡിൽ പനയൂർ പാടത്തിന് സമീപത്താണ് കൽവർട്ട് തകർന്നതിനെ തുടർന്ന് റോഡരികിൽ ആഴത്തിലുള്ള ഗർത്തമായി മാറിയത്. ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടായിരുന്നു അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ഒറ്റപ്പാലത്ത് നിന്നും കൈലിയാട് ഭാഗത്തേക്കും കൈലിയാട് ഭാഗത്ത് നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്കുമുള്ള സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടുന്ന വാഹനങ്ങൾ പനയൂർ പഞ്ചായത്ത് റോഡ് വഴിയാണ് കടന്നുപോയത്. അറിയിപ്പുകൾ ലംഘിച്ച് കൽവർട്ട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡരികിലൂടെ ഭാരവാഹനങ്ങൾ കടന്നുപോകുന്ന സാഹചര്യവുമുണ്ടായി. പിന്നീട് ഇതിന് പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെങ്കിലും 2 ദിവസം കൂടി ഗതാഗത നിയന്ത്രണം തുടരുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അറിയിക്കുന്നത്. നെല്ലായ കേട്ടിപ്പടി സ്വദേശി 13 വയസ്സുകാരൻ അൻഫാസിന്റെ ചികിത്സയ്ക്കായി നാടാകെ കൈകോർക്കുന്നു. ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അൻഫാസിന്റെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായാണ് നാട്ടുകാർ കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. 50 ലക്ഷം രൂപയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന ചികിത്സയ്ക്കായി ഏവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ 2-ാം വാർഡിൽ താമസിക്കുന്ന ഇടമനത്തൊടി ഷെരീഫിന്റെ മകൻ അൻഫാസ് എന്ന 13 വയസ്സുകാരൻ്റെ ചികിത്സയ്ക്കായാണ് നാട് മുഴുവൻ കൈകോർക്കുന്നത്. ഗുരുതരമായ ക്യാൻസർ രോഗം ബാധിച്ച് 2 വർഷത്തിലധികമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞുവരുന്ന അൻഫാസിന് രോഗം ഗുരുതരമായതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. മജ്ജ നൽകാനായി അൻഫാസിൻ്റെ 5 വയസ്സുകാരി സഹോദരി തയ്യാറാണ്. ഇതിനായുള്ള സാമ്പത്തികമായ കടമ്പ മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. 50 ലക്ഷത്തിലധികം രൂപയാണ് ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇത്രയും ഭാരിച്ച തുക ഈ കുടുംബത്തിന് താങ്ങാതെ വന്നതോടെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ അൻസാഫിൻ്റെ ചികിത്സാ സഹായത്തിനായി കമ്മിറ്റി രൂപീകരിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ്, മഹല്ല് ഖത്തീബ് ഷൗക്കത്ത് അലി റഹീമി എന്നിവർ രക്ഷാധികാരികളും വാർഡ് മെമ്പർ വിഷ്ണുരാജ ചെയർമാനും മുഹമ്മദ് മുസ്തഫ വർക്കിംഗ് ചെയർമാനും അബ്ദുറഹ്മാൻ MP കൺവീനറും മുഹമ്മദ് അലി ഹാജി KP ട്രഷററുമായുള്ള കമ്മിറ്റിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. ഈ 13 വയസ്സുകാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ഏവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നെല്ലായ പഞ്ചായത്തിലെ 2-ാം വാർഡിലെ ഇടമനത്തൊടി അൻവർ ഷെരീഫിൻ്റെ 13 വയസ്സ് മാത്രം പ്രായമുള്ള അൻഫാസ് എന്ന് പറയുന്ന പൊന്നുമോനെ 2 വർഷത്തോളമായി ക്യാൻസർ ബാധിതനായി ചികിത്സയിലാണ്. ആ കുട്ടിയുടെ ആരോഗ്യനില വീണ്ടെടുക്കാൻ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ഇനിയൊരു പരിഹാര മാർഗമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ചെലവ് 50 ലക്ഷത്തിലധികം രൂപ വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു വലിയ സംഖ്യ സ്വരൂപിക്കാൻ ആ ഒരു കുടുംബത്തിന്, സാധാരണ കുടുംബമായതുകൊണ്ട് തന്നെ അവർക്ക് ഇത് സ്വരൂപിക്കുക എന്നുള്ളത് വലിയൊരു പ്രയാസമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുടുംബവും നാട്ടുകാരും നാട്ടിലുള്ള മതരാഷ്ട്രീയ സാംസ്കാരിക എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഒരുമിച്ച് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഇതിൻ്റെ ഫണ്ട് സ്വരൂപിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയും ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം കഴിവിൻ്റെ പരമാവധി ഈ വോയിസ് കേൾക്കുന്ന ആളുകൾ ചെയ്യണമെന്ന് വിനീതമായി എല്ലാവരെയും അറിയിക്കുകയാണ്.
തീർച്ചയായും നമ്മുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ആ പൊന്നുമോൻ്റെ ചികിത്സ വിജയിച്ച് നമ്മളോട് കൂടെ ആ ഒരു കുടുംബത്തിലെ അംഗമായി ജീവിക്കാൻ കഴിയണം. അതിന് എല്ലാ ആളുകളുടെയും സഹായം ഉണ്ടാകണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് കമ്മിറ്റി ഭാരവാഹികളായ വിഷ്ണുരാജ്, ഷൗക്കത്ത് അലി റഹീമി, മുഹമ്മദ് അലി ഹാജി KP, അബ്ദുറഹ്മാൻ MP തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അപൂർവ രോഗം ബാധിച്ച് 1 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ കരുമാനംകുറിശി സ്വദേശി 7 വയസ്സുകാരി സർവശ്രീ മോളെ കാണാൻ P മമ്മിക്കുട്ടി MLA എത്തി. ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചായിരുന്നു സർവശ്രീ മോൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു നൽകിയത്. ലുക്കീമിയ എന്ന അപൂർവ രോഗം ബാധിച്ച കരുമാനാംകുറിശി ആലിക്കൽ വിജയന്റെ മകൾ 7 വയസ്സുകാരി സർവശ്രീ മോൾക്ക് വേണ്ടി നാട് ഒരുമിക്കുകയായിരുന്നു. സർജറിക്കും തുടർ ചികിത്സയ്ക്കും ശേഷം കഴിഞ്ഞ ദിവസമാണ് സർവശ്രീ മോൾ വീട്ടിൽ തിരികെ എത്തിയത്. അസുഖത്തിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടിവരുന്ന സർവശ്രീയെ കാണാൻ ചികിത്സാ കമ്മിറ്റിയുടെ രക്ഷാകർത്താവ് കൂടിയായ P മമ്മിക്കുട്ടി MLA കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി. കുടുംബാംഗങ്ങളുമായി സംസാരിച്ച MLA സർവശ്രീയുടെ ചികിത്സയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച എല്ലാവരെയും അഭിനന്ദിക്കുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. 1 വർഷം മുമ്പ് ചികിത്സാർത്ഥം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ അവരുടെ കുടുംബം ഇന്നലെയാണ് ഈ കരുമാനംകുറിശിയിലേക്ക് വന്നത് എന്നർത്ഥം. ആ കുട്ടിയെ പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചു കൊണ്ടുവന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യം വരുന്ന രീതിയിൽ ശസ്ത്രക്രിയയും മറ്റ് ചികിത്സയും നടത്തി ഇന്ന് സർവശ്രീ മോള് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. ഞങ്ങളൊക്കെ പോയി ആ കുട്ടിയെ കണ്ടു. ഇനിയും തുടർന്ന് ചികിത്സ നടത്തേണ്ടതുണ്ട്. പക്ഷേ ഭാരിച്ച സംഖ്യയാണ് ചികിത്സാ ചെലവ് എന്നുള്ളത് കേട്ടതുകൊണ്ട് നടുക്കം മാറാതെ തന്നെ ജനങ്ങൾ ഒരുമ്പെട്ടു. എല്ലാവരും ഒരുമ്പെട്ടു. ഇവിടെ കക്ഷിയില്ല, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയ പാർട്ടികളില്ല. ഒരു മതേതര രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ എങ്ങനെ ഒരുമയോടുകൂടി ജീവിക്കണമെന്നതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു ഈ സർവശ്രീ മോളുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധനസമാഹരണം. അതിനുവേണ്ടി ചെർപ്പശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ 33 വാർഡുകൾ 33 വാർഡുകളും ചടകുടഞ്ഞ് എഴുന്നേറ്റു നടത്തും. മനുഷ്യസ്നേഹികളായ ആളുകൾ, ജീവകാരുണ്യ പ്രവർത്തനത്തിന് തൽപരരായികൾ, ഓരോ ആളുകളും അണ്ണാരക്കണ്ണന് തന്നാലായത് എന്ന നിലയിൽ ഈ ചികിത്സാ ചെലവിന് വേണ്ടിയുള്ള സംഭാവനകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയൊരു സംഖ്യ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ ചികിത്സ പൂർണ്ണമായിട്ടില്ല. അതിൽ കുറേയും കൂടി കമ്മിറ്റിക്കാർ അതിൻ്റെ കണക്ക് നോക്കിയപ്പോൾ ഇനി കുറച്ചും കൂടി പൈസ അതിൽ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള പണവും അതിൻ്റെ ഇരട്ടിയും ഉപയോഗിച്ചാൽ മാത്രമേ തുടർന്ന് ചികിത്സ നടത്താൻ കഴിയൂ. എന്നാലും അതിലൊന്നും പിന്തിരിയാതെ എന്ത് വന്നാലും ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന ഒരു പ്രതിജ്ഞയാണ് ഈ നാട്ടുകാരായ മുഴുവൻ ആളുകൾ എടുത്തിട്ടുള്ളത്. അത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നുന്നു. ചികിത്സാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MR രാജേഷും മറ്റ് ഭാരവാഹികളും ഒപ്പമുണ്ടായിരുന്നു. നഗരസഭാ ചെയർമാനും സർവശ്രീ മോളെ കാണാൻ വീട്ടിലെത്തുകയുണ്ടായി. നമ്മുടെ കഴിഞ്ഞൊരു വർഷം മുമ്പ് MLAയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നമ്മുടെ ചെർപ്പളശ്ശേരി നഗരസഭ ചെയർമാൻ ഉൾപ്പെടെ 33 വാർഡ് കൗൺസിലർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ വിളിച്ചുകൂട്ടി ഞങ്ങൾ ഈ കൊച്ചു ഗ്രാമത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സർവശ്രീ മോളെ ഈ ഒരു രോഗത്തു നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമം നടത്തിയത്. കഴിഞ്ഞ ഒരു വർഷക്കാലം സർവശ്രീ മോളുടെ ട്രീറ്റ്മെൻറ്റ്, സർജറിയൊക്കെ കഴിഞ്ഞ് മോള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് ഇന്നൊരു വർഷത്തെ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം MLA പറഞ്ഞ പോലെ തന്നെ എത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്നൊരു നിമിഷമാണ് ഞങ്ങൾ കരുമാനംകുറിശിക്കാർക്ക് ഈ ഒരു കാരണം ഇത്തരത്തോളം വലിയൊരു തുക ഞങ്ങളാൽ കഴിയുന്ന രീതി ഞങ്ങളെക്കൊണ്ട് കഴിയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്തെയും അയൽപ്രദേശത്തെയും 33 വാർഡിലെയും ജനങ്ങളെ ഒരുമിപ്പിച്ച് പിടിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു സംരംഭം, ഈ കേരളത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു സംരംഭം ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്തതിൽ കക്ഷി രാഷ്ട്രീയം മറന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ ഇതിൻ്റെ കൂടെ ഒത്തൊരുമയോടുകൂടി നിന്നിട്ടുണ്ട്. എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി ഇതിൻ്റെ കൂടെ രേഖപ്പെടുത്താണ്. ഒറ്റപ്പാലം താലൂക്ക് ഗണേശ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഗണേശോത്സവം നടത്തിപ്പിൻ്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. താലൂക്ക് രക്ഷാധികാരി PN സുരേഷ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം താലൂക്ക് ഗണേശോത്സവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടത്തിവരാറുള്ള ഗണേശോത്സവത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. ഒറ്റപ്പാലം ഗംഗോത്രി ഹാളിൽ വെച്ച് നടന്ന പരിപാടി താലൂക്ക് രക്ഷാധികാരി PN സുരേഷ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അശോക് കൃഷ്ണൻ അധ്യക്ഷനായി. താലൂക്ക് ജനറൽ സെക്രട്ടറി P അരവിന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് കമ്മിറ്റി കോർഡിനേറ്റർ KP സന്തോഷ്, ട്രഷറർ വിജയരാഘവൻ, താലൂക്ക് കമ്മിറ്റി രക്ഷാധികാരി മനോഹരൻ, ഗംഗാധരൻ, സുരേഷ് ബാബു, P മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ സ്ഥാനീയ സമിതി ഭാരവാഹികൾ, പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു. ഗംഗാധരനെ സ്വാഗത സംഘം ചെയർമാനായും P അരവിന്ദനെ ജനറൽ സെക്രട്ടറിയായും വിജയരാഘവനെ ട്രഷററായും യോഗത്തിൽ തെരഞ്ഞെടുത്തു.
SSF ഒറ്റപ്പാലം ഡിവിഷൻ സാഹിത്യോത്സവിൽ ഒറ്റപ്പാലം സെക്ടർ ജേതാക്കൾ. സമാപന സമ്മേളനം SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പാറ സെക്ടർ 2ാം സ്ഥാനവും പത്തിരിപ്പാല സെക്ടർ 3ാം സ്ഥാനവും നേടി. അമ്പലപ്പാറ സെക്ടറിലെ സിനാൻ കലാപ്രതിഭയായും PV ഇക്രാമുൽ ഹക്ക് സർഗപ്രതിഭയായും തിരഞ്ഞെടുക്കപ്പെട്ടു. സമാപന സമ്മേളനം SYS ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് അഷ്റഫി ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൾ ഹമീദ് അൻവരി അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ റഷീദ് അഷ്റഫി, SMA ജില്ലാ ജനറൽ സെക്രട്ടറി P അലിയാർ, SYS ജില്ലാ സെക്രട്ടറിമാരായ VP മുഹമ്മദ് റിനീഷ്, T മുജീബ് പാവുക്കോണം, കേരള മുസ്ലിം ജമാഅത്ത് ഒറ്റപ്പാലം സോൺ ഫിനാൻസ് സെക്രട്ടറി TA മുസ്തഫ ഹാജി, ജനറൽ സെക്രട്ടറി K ഇസ്മായിൽ എന്നിവർ ജേതാക്കൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹാഫിൽ അബ്ബാസ് സഖാഫി ജേതാക്കളെ പ്രഖ്യാപിച്ചു. SSF ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം നിസാർ കാരക്കാട്, ഡിവിഷൻ പ്രസിഡന്റ് ജസീർ സഖാഫി, സെക്രട്ടറി MK സൈഫുള്ള, സഹദ് വരോഡ്, സ്വാഗത സംഘം കൺവീനർ സുലൈമാൻ ഭാഖവി തുടങ്ങിയവർ സംസാരിച്ചു. ചെർപ്പശ്ശേരി കരുമാനാംകുറിശി ബ്രദേഴ്സ് ക്ലബിൻ്റെയും പൊതുജന വായനശാലയുടെയും ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. 10 വർഷത്തോളമായി കരുമാനാംകുറിശിയിൽ പ്രവർത്തിക്കുന്ന ബ്രദേഴ്സ് ക്ലബിൻ്റെയും പൊതുജന വായനശാലയുടെയും ആഭിമുഖ്യത്തിലാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ SSLC, +2, LSS, USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും PSC മുഖേന വിവിധ വകുപ്പുകളിൽ സർക്കാർ ജോലി നേടിയവരെയും അനുമോദിച്ചു. പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി ഈ വർഷം വായനശാലയിലേക്ക് ലഭിച്ച പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനവും മികച്ച വായനക്കാർക്കായി രാജനന്ദിനി ടീച്ചർ നൽകുന്ന എൻഡോമെൻ്റ് വിതരണവും ചടങ്ങിൽ നടന്നു. P മമ്മിക്കുട്ടി MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൊതുജന വായനശാലയെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വായനശാല പ്രസ്ഥാനം എന്ന് പറയുന്നത് സമാന്തര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. ഗ്രാമപ്രദേശങ്ങളാണെങ്കിലും നാട്ടിൻപുറങ്ങളാണെങ്കിലും പട്ടണങ്ങളാണെങ്കിലും അവിടുത്തെ കുട്ടികൾ മുതലുള്ള നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായുള്ള മുഴുവൻ ആളുകളെയും ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന നിലയ്ക്ക് സമാന്തര വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്ന ഒരു കേന്ദ്രം എന്ന നിലയ്ക്ക് വായനശാലകൾക്കൊക്കെ വലിയ പ്രാധാന്യമാണ് നമ്മുടെ കേരളത്തിൽ നൽകിയിരുന്നത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഐ ഷാജു പുസ്തക പ്രകാശനം നിർവഹിച്ചു. രാജനന്ദിനി ടീച്ചർ എൻഡോമെൻ്റ് വിതരണം നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C കമലം അധ്യക്ഷയായി. പൊതുജന വായനശാല സെക്രട്ടറി രതീഷ് MR, താലൂക്ക് കൗൺസിൽ അംഗം രവീന്ദ്രൻ V, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് KS നാരായണൻകുട്ടി, ബ്രദേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി ഗോകുൽദാസ് P, പ്രസിഡന്റ് KN ആനന്ദ് സാഗർ, വായനശാല പ്രസിഡന്റ് സജിത് KS തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. സമന്വയ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കരിമ്പ ഗവൺമെൻറ് UP സ്കൂളിൽ സംഘടിപ്പിച്ച കാവ്യാലാപന മത്സരം പങ്കാളിത്തം കൊണ്ടും അവതരണം കൊണ്ടും ശ്രദ്ധേയമായി. കവയിത്രി ഡോക്ടർ ഷീജ വക്കം ഉദ്ഘാടനം നിർവഹിച്ചു. കവികളുടെയും വായനക്കാരുടെയും ഇടയിലെ സന്ദേശവാഹകരാണ് കാവ്യാലാപനം നടത്തുന്നവരെന്ന് ഡോക്ടർ ഷീജ വക്കം അഭിപ്രായപ്പെട്ടു. സമന്വയ സെക്രട്ടറി VP ജയരാജൻ അധ്യക്ഷത വഹിച്ചു. കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. K സുധീർ, അരുൺ രാജ് M, PM ബൾക്കീസ്, K സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. 150ഓളം മത്സരാർത്ഥികളാണ് 5 വിഭാഗങ്ങളിലായി നടത്തിയ മത്സരത്തിൽ പങ്കെടുത്തത്. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും K ശാന്തകുമാരി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ അരിയൂർ രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. VP ജയരാജൻ, ഗിരീഷ് കുമാർ, അശ്വതി, പ്രിയ രവികുമാർ, സംഗീത, വിനോദ്, P ജയശ്രീ, KA രതി, ഗായികമാരായ N പ്രതിഭ മേനോൻ, MS സ്വാതി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഭാഗങ്ങളിൽ 1ഉം 2ഉം സ്ഥാനക്കാർക്ക് സർട്ടിഫിക്കറ്റ്, മൊമെൻ്റോ, ക്യാഷ് പ്രൈസ് എന്നിവയും പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ ഒരാഴ്ച കൊണ്ട് 1 കോടി പേർ കണ്ട ആ വൈറൽ വീഡിയോയിലെ ദമ്പതികൾ ഇതാ ഇവിടെ ഷൊർണൂരിലുണ്ട്. ഇക്കഴിഞ്ഞ 20-ന് നടന്ന ഇരട്ട സഹോദരങ്ങളുടെ വിവാഹത്തിന് ശേഷം വരന് ഒരു നിമിഷം വധു മാറിപ്പോകുന്ന വീഡിയോ ആണ് ഇതിനകം 1 കോടി പേർ കണ്ടത്. ഇതെന്റെയല്ല, ഇവന്റെയാ. ഇരട്ട സഹോദരന്മാരായ ഷൊർണൂർ പരുത്തിപ്ര പത്മനിവാസിൽ ശരത്ത്, സുജിത്ത് എന്നിവരുടെ മണവാട്ടിമാരായ ഇരട്ട സഹോദരിമാരായ
തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശികളായ ഡോക്ടർ ശ്രീദേവി, ഡോക്ടർ ശ്രീലക്ഷ്മി എന്നിവരുടെ വിവാഹ ദിനത്തിൽ നടന്ന ചെറിയൊരു മാറിപ്പോവലാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ 1 കോടിയിലേറെ പേര് കണ്ട വീഡിയോയായി മാറിയിരിക്കുന്നത്. വിവാഹത്തിനു ശേഷം യാത്ര പറയുന്നതിനിടെ ശരത്ത് ചേർത്ത് പിടിക്കാൻ ചെന്നത് സഹോദരൻ്റെ ഭാര്യയായിപ്പോയി. അമളി പറ്റിയെന്ന് മനസ്സിലായ ഉടൻ ശരത്ത് തൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് ഓടിയെത്തുന്ന ആ നിമിഷമാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. യാത്ര പറച്ചിലിൻ്റെ സങ്കടകരമായ നിമിഷം അങ്ങനെ കൂട്ടച്ചിരിയിലേക്കും വഴിമാറി. ഇത് സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ അച്ഛനോടും അമ്മോടും യാത്ര പറഞ്ഞിട്ട് കാറിലോട്ട് കയറാൻ പോകുന്ന ആ ഒരു സമയത്തായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ആളെ മാറിപ്പോയത്. ഇത് രണ്ടുപേരും നല്ല മേക്കപ്പിലായിരുന്നു. ഒന്നാമത്തെ കാര്യം അതായിരുന്നു മെയിൻ ആയിട്ടുള്ള ആ റീസൺ. അപ്പൊ ആ ഒരു സീൻ പറയുന്നത് ഞങ്ങളുടെ ക്യാമറമാൻ ഭവി ഭരതൻ ഷൂട്ട് ചെയ്തതായിരുന്നു. വീഡിയോ വൈറലായതിനു ശേഷം കുറെ പേര് പറഞ്ഞു അത് എന്താ സ്ക്രിപ്റ്റ് ആണോ, ആ സമയത്ത് റീൽസിന് വേണ്ടി എടുത്തതാണോ എന്നൊക്കെ ആണോ പറഞ്ഞിരുന്നു. അതെ അതെ. അപ്പോ അതങ്ങനെ അല്ല, സ്ക്രിപ്റ്റും ഒന്നല്ല, ഇങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു പോയതാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്ര വ്യൂ ഒക്കെ കിട്ടുന്നത്. അതുകൊണ്ട് എങ്ങനെ തുടങ്ങണം, എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. പക്ഷെ ഇപ്പൊ സന്തോഷം തോന്നുന്നു, കാരണം ഒരുപാട് ആൾക്കാരെ വിളിച്ചായിരുന്നു, മെസ്സേജ് അയക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ലൊരു സന്തോഷമാണ് എല്ലാവർക്കും. അതെ. അപ്പോ ഇത് റീല് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ സ്പെഷ്യൽ താങ്ക്സ്. എല്ലാവർക്കും താങ്ക് യു വൺസ് അഗൈൻ. ജൂൺ 20 ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇവരുടെ വിവാഹം നടന്നത്. ഫോട്ടോഗ്രാഫർ ഭവിനേഷ് ഭരതനാണ് ഈ രംഗം അവിചാരിതമായി ക്യാമറയിൽ പകർത്തുകയും സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്തത്. ഇനി ഷോർട്ട് ന്യൂസ്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ ചെർപ്പളശ്ശേരി മേഖലാ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പ്രമോദ് തവനൂർ ഉദ്ഘാടനം ചെയ്തു. ചാമി പുറമത്ര അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി പ്രതീഷ് ആലിപ്പറമ്പ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി അച്യുതൻ രംഗസൂര്യ, സുഭകൻ മണി, സജീവ് ആലിപ്പറമ്പ്, EV കുട്ടൻ, സുഷമ ബാലൻ, മഞ്ജു കല്ലടിക്കോട്, ബിന്ദു പരിയാപുരത്ത് എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ നന്മ ബാലയരങ്ങിലെ കുട്ടികളെ ചടങ്ങിൽ ആദരിച്ചു. മേഖലാ സെക്രട്ടറിയായി പ്രതീഷ് ആലിപ്പറമ്പിനെയും പ്രസിഡന്റായി സുഷമ ബാലനെയും തിരഞ്ഞെടുത്തു. ഈ സമ്മേളനം തീരുമാനമായി കൊടുക്കണം. നമ്മുടെ നാടിനകത്ത് ഈ ചെർപ്പളശ്ശേരി മേഖലയ്ക്കകത്ത് 100 പേരെയെങ്കിലും കലാകാര സേവനത്തിൽ അംഗങ്ങളാക്കും. അവർക്ക് പെൻഷൻ വാങ്ങി നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കും എന്നുള്ള തീരുമാനം എടുത്ത് നമ്മൾ പോകണം. അപ്പോഴാണ് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത എന്നാൽ അത് ഈ നാട് തിരിച്ചറിയുക. ശ്രീകൃഷ്ണപുരം മഹാത്മാ റെസിഡൻസ് അസോസിയേഷനും പ്രമുഖ ആശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വിവിധ വിഭാഗം ഡോക്ടർമാർ ക്യാമ്പിന് നേതൃത്വം നൽകി. മോഹനൻ വില്ലത്ത്, P. ഗോപാലകൃഷ്ണൻ, രാജീവ് ശ്രീചിത്ര, രതീഷ് K, പ്രിയ, സുപ്രിയ, ശരത് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. അനങ്ങനടി കോതകുർശിയിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തുകയും മകളെ ആക്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോടതി. കോതകുർശി ഗാന്ധിനഗർ സ്വദേശി കൃഷ്ണദാസിനാണ് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻ കോടതി ശിക്ഷ വിധിച്ചത്. കേസിനാസ്പദമായ സംഭവം നടന്നത് 2022. അഴിമതിയും വികസന മുരടിപ്പും ആരോപിച്ച് ചളവറ ഗ്രാമപഞ്ചായത്തിലേക്ക് BJP മാർച്ച്. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ ഭരണ കെടുകാര്യസ്ഥതയാരോപിച്ച് UDFന്റെ ധർണ്ണ. ഒറ്റപ്പാലം പാലപ്പുറം ഭാഗത്ത് റെയിൽവേയുടെ സംരക്ഷണ വേലി വരുമ്പോൾ പാളത്തിനടിയിലൂടെ ജനങ്ങൾക്ക് സഞ്ചാര സൗകര്യം ഉറപ്പാക്കണമെന്നാവശ്യം. നഗരസഭാ കൗൺസിലിൽ പ്രമേയം അവതരിപ്പിച്ച് BJP അംഗം. പ്രമേയം അംഗീകരിച്ചില്ലെങ്കിലും വിഷയം റെയിൽവേയുമായി ചർച്ച ചെയ്യാമെന്ന് ചെയർപേഴ്സൺ. പട്ടാമ്പി പള്ളിപ്പുറം തീരദേശ റോഡിന്റെ തകർച്ച. UDF ആരോപണങ്ങൾ വസ്തുതകൾ അറിയാതെയെന്ന് മന്ത്രി MP രാജേഷ്. റോഡിന്റെ തകർച്ച മന്ത്രിയും ഉദ്യോഗസ്ഥരും പരിശോധിച്ചു. കനാൽ പാലം വേണമെന്ന ആവശ്യം വർഷങ്ങളായിട്ടും നടപ്പായില്ല. ചളവറ മുണ്ടക്കോട്ടുകുറിശി പട്ടത്തിക്കുന്നത്തെ കുടുംബങ്ങൾക്കാശ്രയം കനാലിന് കുറുകെയിട്ട മരത്തടി. രോഗികളെ കൊണ്ടുപോകുന്നത് പോലും ചുമന്ന്. ഇവിടെ പാലം നിർമ്മിക്കാൻ MLA ഫണ്ടിൽ നിന്നും 7 ലക്ഷം രൂപ അനുവദിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.